ഇന്ത്യയിൽ ധാരാളം വഖഫ് സ്വത്താ. 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയിൽ. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് കയ്യേറിയിട്ട് സർക്കാരടക്കം സുപ്രീം കോടതിയെ അന്വേഷിച്ച് വന്നപ്പോൾ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണത്രേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, ലോക മുതലാളി അറിയാമല്ലോ, ബോംബെയിലെ മുതലാളി 5000 കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീടിരിക്കുന്നത് വഖഫ് ഭൂമിയിലാ. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് നമ്മൾ ഈ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്ന വഖഫ് നിയമവുമായിട്ട് വന്നേക്കുക. അവർ പിടിച്ചെടുത്തതൊക്കെ പോരാഞ്ഞിട്ട് ആ വഖഫ് സ്വത്തിൽ നാളെ അവകാശം തിരിച്ചു പിടിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സാധാരണ നിയമം കൊണ്ടുവരുന്ന വഖഫ് സംരക്ഷണത്തിനാണ്. ഇപ്പൊ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വഖഫ് സംരക്ഷിക്കപ്പെടാതിരിക്കാൻ, വഖഫ് ഒരിക്കലും പരിരക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഇവിടെ നിയമം കൊണ്ടുവന്നിരിക്കുക. എന്തെന്ന് വഖഫ് ആക്ടിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിലെ പ്രധാന വ്യവസ്ഥകളാണ് വഖഫ് തർക്കങ്ങളിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് നീക്കം ചെയ്തിട്ട് വഖഫ് സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരായിരിക്കും. സർക്കാരിന് എന്താണ് വഖഫിൽ? ഇവിടെ വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് ബോർഡുകൾ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഗുണവുമില്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് മാത്രമേ ഉള്ളൂ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക, എന്നിട്ട് നയാ പൈസ ഈ സമുദായത്തിന്റെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ. എന്തെങ്കിലും സംതിങ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് കിട്ടുന്നതിന്റെ അവരുടെ ഒന്നും ഔദാര്യമല്ല. ആ നിലയിൽ വഖഫ് കൈകാര്യം ചെയ്യുന്നവർ പോലും അതിനെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് ഇത്തരം നിയമങ്ങൾ വരുന്നത്. അവർക്കും ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അവരും ആവശ്യം പോലെ ദുരുപയോഗം നടത്തുന്നുണ്ട്. ഇപ്പൊ സർക്കാരാണ് അവസാന വാക്ക്. വഖഫ് ബോർഡിനെ ക്യാൻസൽ ചെയ്യുകയാണ്. വഖഫ് തർക്കങ്ങളിൽ വഖഫ് ട്രിബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും കളഞ്ഞു. ട്രിബ്യൂണലിനും തീരുമാനമില്ല, സർക്കാർ തീരുമാനിച്ചോളാം. ഏത് സർക്കാർ? ഈ രാജ്യത്ത് മുസ്ലിമിന് പള്ളി വേണ്ട, അതെല്ലാം പൊളിക്കേണ്ടതാണ്. മുസ്ലിമിന് ഒരു പാർലമെന്റിലേക്ക് ഒരു സീറ്റ് കൊടുക്കൂല, 400 സീറ്റ് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിമിന് കൊടുക്കൂല. മുസ്ലിം വേണ്ട, അവന്റെ മതം നിരോധിക്കുന്ന UCC മതനിരോധന ബില്ല്, കോമൺ സിവിൽ കോഡ് എന്നാണ് പരിഷ്കൃതന്മാർ പറയുന്നത്, മതനിരോധന ബില്ല് കൊണ്ടുവന്ന് മതം പോലും വേണ്ടെന്ന് പറയുന്നവർ അവരായിരിക്കും വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ ഈ പള്ളികളെല്ലാം പിടിച്ചെടുക്കാനുള്ള അവകാശം, പിടിച്ചെടുത്താൽ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള അവകാശം, ഏത് വ്യക്തിക്കും അവനവന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വഖഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി 5 വർഷമായി മതമനുഷ്ഠിച്ചവർക്കേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം മതമനുഷ്ഠിച്ചോന്ന് ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോണേ? എന്ത് ഭ്രാന്തൻ വ്യവസ്ഥകളാണ് ഈ വിഡ്ഢികൾ, അല്ല മനഃപൂർവ്വം കൊടിയ ഒട്ടും വിഡ്ഢികളല്ല, ബുദ്ധിമാന്മാരായ ഈ വർഗീയ ഭീകരന്മാർ. വഖഫ് അലൽ ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വഖഫ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകളടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശമുണ്ടാകും. അത് അനന്തരാവകാശികൾ ആവശ്യപ്പെട്ടിട്ട്, മുസ്ലിങ്ങളായ വാരിധ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയ വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തുള്ളവർക്ക് അത് വേണ്ടെന്ന് വെക്കാമെന്ന്. കാരണം ഇവർക്ക് അത് കൊടുത്തതിൽ പരിഭവമുണ്ട്. പിന്നീട് ഇവർക്ക് വേണ്ടി ഇവരെയും കൂടെ കൂട്ടുപിടിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.